എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക് കുളയുടെ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ എടുത്തോട്ടെ, അതേപോലെ തന്നെ ഓസ്ട്രേലിയ, അയർലൻഡ്, അവിടെ എല്ലാവർക്കും ഒരു പ്രശ്നം വരുന്നത് മാസ് ഇമിഗ്രേഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം വയലൻ്റ് ആയിട്ടുള്ള അറ്റാക്സും ഒറ്റപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഓസ്ട്രേലിയയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അവിടെയുള്ള ആൾക്കാരും അല്ലാതെ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി നമുക്ക് അവിടെ നിന്നുള്ള വീഡിയോസിൽ പലതരം ഉപദേശങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇതുണ്ടാകുന്നത്, എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. കാരണം മതപരമായ ആഘോഷങ്ങൾ, അതേപോലെ തന്നെ എവിടെ നോക്കിയാലും ഇന്ത്യക്കാർ, എവിടെ നോക്കിയാലും മലയാളികൾ, എവിടെ നോക്കിയാലും ബാക്കി രാജ്യത്തു നിന്നുള്ള, ഇപ്പോൾ വേറെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഏഷ്യൻസിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ മാസ് ഇമിഗ്രൻസ് ഓസ്ട്രേലിയയിലൊക്കെ എന്ന് പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, നോക്കൂ, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവരുടേതായിട്ടുള്ളൊരു ബാലൻസിങ് ആക്ട് ഉണ്ട്. ഇതിപ്പോൾ ഉണ്ടാവണതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, മുമ്പ് അവർക്ക് ആവശ്യങ്ങളുണ്ടായിരുന്നു. ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, അതേപോലെ തന്നെ വ്യാവസായിക മേഖലയിലായിക്കോട്ടെ, അതേപോലെ തന്നെ ടെക്നിക്കൽ മേഖലയിൽ, എഞ്ചിനീയറിംഗ് മേഖലയിൽ, ഇതിലൊക്കെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങൾക്കും വേണ്ടി അവരുടേതായിട്ടുള്ള ഡെവലപ്മെൻറ്റും അവിടെ വസിക്കാനുള്ള ആളുകൾക്ക് വേണ്ടി സിറ്റിസൺഷിപ്പ് വരെ അങ്ങനത്തെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ പല രാജ്യങ്ങളിലും പോപ്പുലേഷൻ തന്നെ കൂടി വന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയി ഫ്ലഡ് ചെയ്തിട്ടുണ്ട്. കാനഡ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഒന്നില്ലെങ്കിൽ ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻകാരൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യക്കാരൻ. അവരുടെ സ്വന്തം രാജ്യത്തെ ആളുകൾക്ക് ഇപ്പോൾ ലണ്ടനിലെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ്. ചില ഏരിയയിൽ നമ്മൾ പറയാനും പറ്റില്ല. ഇറ്റലിയിൽ അതേപോലെ അവസ്ഥയാണ്, സ്വീഡനിൽ അതേപോലത്തെ അവസ്ഥയാണ്, ജർമ്മനിയിൽ അതേപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റെഫ്യൂജീസിനെ ഏറ്റെടുത്തുകൊണ്ട് എന്താ പറയുക, വളരെയധികം നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ജോലിക്കായിട്ടുള്ള വന്ന ആളുകൾ, ലീഗലായിട്ടുള്ള മൈഗ്രൻസ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ് പോലും ഇല്ല, ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ തന്നെയാണ് അവർ നിർത്തണം എന്ന് പറയുന്നത്. കാരണം അവിടെ തൊഴിലില്ലായ്മയും, അതേപോലെ തന്നെ അവർക്ക് അവിടെ വിലക്കയറ്റവും, അതേപോലെ തന്നെ വാടക കൂട്ടി വാങ്ങലും, അതേപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് വീട് സ്വന്തമായി വാങ്ങാൻ കഴിയും, അവർക്ക് വാടക കൊടുത്ത് അവിടുത്തെ ആളുകൾ ജീവിക്കേണ്ട അവസ്ഥ. ഇതൊക്കെ തന്നെയാണ് ഐഡൻറ്റിറ്റി, നാഷണലിസം, ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുന്നത്. നമ്മുടേതായിട്ടുള്ള ഒരു നേറ്റീവ്നെസ്, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒരു ആസ്പെക്റ്റ്, അതേപോലെ തന്നെ അതിന് വരുന്ന അസഹിഷ്ണുതയാണിത്. ആ അസഹിഷ്ണുത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക്, നമ്മുടെ സ്വന്തം അവിടെ ജനിച്ചു വളർന്നവർക്ക്, അവർക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ആകുമ്പോൾ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് മറ്റാരെങ്കിലും വന്ന് എടുത്തിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന രോഷം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ആ രോഷം ഉണ്ടാവുന്നതിൻ്റെ കാരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിലോട്ട് എണ്ണ ഒഴിക്കുന്ന പോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സമൂഹമായി ഉണ്ടാക്കി നമ്മൾ അവിടെ നമ്മുടെ നിയമം കൂടി കൊണ്ടുവന്ന് അങ്ങനെ പലത് ചെയ്യണവരുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ലണ്ടനിലൊക്കെ ആണെങ്കിൽ 2 തരം നിയമങ്ങളാണ് ഇപ്പോൾ. അത് ഒരു മത നിയമമുണ്ട്, അതേപോലെ തന്നെ വേറൊരു നിയമമുണ്ട്. അങ്ങനെയൊക്കെയാണ് വീഡിയോസ് കാണാനുള്ളത്. ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിലെ കാര്യത്തിൽ പലരും പലതും ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഉപദേശിക്കേണ്ടത് അതൊക്കെ ഉപദേശിച്ചോളുക, അവരവരുടെ കാര്യം നോക്കിക്കോളുക. കാരണം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്തോ ആവാമല്ലോ, ഇവിടെ ഏത് മതത്തിൽ എന്തോ ആവാം. കാരണം നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഇവിടെയും പ്രശ്നം തന്നെയാണ്. ഇവിടെ വേറൊരു സംസ്ഥാനത്തേക്ക് ആളുകൾ വന്നാൽ ഞങ്ങളുടെ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോയി, ഞങ്ങളുടെ ഭാഷ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുകൂടുന്നവരാണ്. ഇത് കുറച്ച് ആഗോള തലത്തിൽ കുറച്ചും കൂടി വലിയ രീതിയിലാണ്. ഇത് പണ്ട് ഗൾഫ് മേഖലയിലൊക്കെ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതൊരു വളരെ നല്ലൊരു പ്രൊഫഷണൽ രീതിയിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. ഇവിടെ കുറച്ചും കൂടി അത് റബലായിട്ടാണ്. കാരണം ഇവർ കുറച്ചുകൂടി പ്രോഗ്രസീവ്, വിശാല മനസ്കരായിരുന്നു. അപ്പോൾ ഇവരുടെ വിശാല മനസ്കതയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് തന്നെ പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ടല്ലോ. ഈ വെസ്റ്റേണൈസേഷൻ, അതായത് ഈ വൈദേശികമായ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ ആ പ്രോഗ്രസീവ്നെസ്സിൽ ഇപ്പോൾ പട്ടിണി വരുന്നുണ്ട്, അതേപോലെ തന്നെ വിലക്കയറ്റം കൂടുന്നുണ്ട്, അപ്പോൾ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് തോന്നുന്നുണ്ട്. അവർക്ക് ജോലികളില്ല, അവരുടെ എല്ലാ മെയിൻ ജോലികളും ബാക്കിയുള്ളവരാണ് കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് പഠിപ്പും വിവരമുള്ളതുകൊണ്ട് അവർ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടി അവിടെ ആ രാജ്യത്തിൻ്റെ ഒരു മൂല്യമുണ്ട്, ആ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്, ആ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറൽ കോഡുണ്ട്. അവരതിനുള്ള സ്പേസ് തരുന്നുണ്ട് എല്ലാ ഡയസ്പോറയ്ക്കും. എവിടുന്ന് വന്ന ആളുകളാണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും അവരുടേതായിട്ടുള്ള കാലാകാലങ്ങളായിട്ട് ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കൂടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടം മാറി തുടങ്ങി. അതേപോലെ തന്നെ അവരുടെ ആളുകളുടെ ആ പ്രോഗ്രസീവ്നെസ്സും ആ ഒരു ആക്സെപ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഒരു 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 വ്യത്യസ്ത വിഭാഗം തന്നെ രൂപപ്പെട്ടു തുടങ്ങി. അതിൻ്റെ മുകളിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിൻ്റെ വളരെയധികം വ്യക്തിപരമായ വിലയിരുത്താണ്. ഇതിൽ പലതും തെറ്റായിരിക്കാം, പലതും ശരിയായിരിക്കാം. അവിടെ ഉള്ളവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. പക്ഷേ എൻ്റെ ഒരൊറ്റ റിക്വസ്റ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര കണ്ടിന്നുള്ള ഭാവി തലമുറ ഇന്ത്യ വിട്ടുപോയി അവരുടെ ജീവിതം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും അത് നമ്മളെ മുമ്പ് ഭരിച്ചവരാണ്, ഇപ്പോൾ ഭരിക്കുന്നവരല്ല. മുമ്പ് ഇത്രയും കാലമായി ഭരിച്ചവർ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ രാജ്യത്ത് നിന്ന് പലർക്കും പല സ്ഥലത്തേക്കും പോകേണ്ടി വന്നിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് പല സ്ഥലത്തേക്കും ആളുകൾക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെയധികം നമ്പർ 1 ആയിട്ട് ചമഞ്ഞ് നടക്കണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബലവത്തായിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, എല്ലാ മേഖലകളിലും വരുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മളെ സ്വന്തമായിട്ട് മെച്ചപ്പെടുത്തുക
കണ്ടെത്തുക. ആ പൈസ രാജ്യത്തിന് വേണ്ടി നമ്മൾ അതേപോലെ നമ്മുടെ എഫേർട്ട് രാജ്യത്തിന് വേണ്ടി നമ്മുടെ ടൈം രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. നമ്മുടെ പോലത്തെ ഒരു ടെക്നിക്കൽ പൂള് അതേപോലെ തന്നെ ഇത്ര കണ്ട് സ്ട്രെങ്ത് ഉള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് വേറെ എവിടെയില്ല. ആ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ പോയി അവിടെ പോയിട്ട് ഇതേപോലത്തെ വീടും കാറും ബംഗ്ലാവും വാങ്ങി അവസാനം ഇതേപോലെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ് നാളെ ഒരു ക്രൈസിസ് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ട അടുത്ത തലമുറയ്ക്ക് ആ ഗതികേട് വരാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉള്ളവർ സുരക്ഷിതരായിരിക്കട്ടെ, അതിനുവേണ്ട നടപടികൾ ഗവൺമെൻറ്റും അതേപോലെ തന്നെ അവിടെയുള്ള ഡയസ്പോറയും അതേപോലെ തന്നെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ട്, പ്രവാസികളുണ്ട്. അവരൊക്കെ അവിടെ സെറ്റിൽ ചെയ്തവരാണ്, അവർക്കറിയാം. അത് ടേക്ക് കെയർ ചെയ്യട്ടെ. എല്ലാ മതസമൂഹവും എല്ലാ മതത്തിൽപ്പെട്ടവരും അതിനെ അനുകൂലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഇനിയുള്ള തലമുറകൾ എല്ലാ കാലവും നമ്മുടെ ഇന്ത്യയെ സ്നേഹിച്ച് ഇന്ത്യയിൽ തന്നെ വളർന്ന് ഇന്ത്യയിൽ ടെക്നിക്കലായിട്ടും അതേപോലെ തന്നെ എല്ലാതരം മേഖലകളിലും കോൺട്രിബ്യൂഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.